ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നാണ്ടേ ഈ പൂച്ചക്കുട്ടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൂച്ചക്കുട്ടി എന്നല്ല കേട്ടോ, പൂച്ചത്തള്ളയാണ്. ഒരു ദിവസം ഞാൻ അപ്രതീക്ഷിതമായിട്ട് അടുക്കളയിലെ വാല് തുറന്നപ്പോൾ ആ വാതിലിനോട് ചേർന്നിരിക്കുകയായിരുന്നു കേട്ടോ ഇവള്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് മൃഗസ്നേഹിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ പട്ടീനും പൂച്ചേനൊന്നും വളർത്താൻ ഞാൻ മെനക്കെടാറില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ പൂച്ചേനെ ഇങ്ങനെ വാല് തുറന്നപ്പോൾ കണ്ടു. ഞാൻ അപ്പം തന്നെ ഓടിച്ചു വിട്ടു കേട്ടോ. ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഗൈസ്, പൂർണ്ണ ഗർഭിണിയായിരുന്നു അവൾ. അവളോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിനങ്ങനെ പറഞ്ഞു വിടരുതായിരുന്നു. കാരണം ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമാർക്ക് എത്രമാത്രം വിശപ്പുണ്ടാവുമെന്ന് ആരെക്കാളും കൂടുതലും രണ്ട് കുട്ടികളുടെ അമ്മയായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഈ പൂച്ചനെ തിരിച്ചു വിളിച്ചു. സ്നേഹം ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടൊന്നല്ല കേട്ടോ. ഗർഭിണിയായ ഒരു പൂച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ചോറും ഇത്തിരി മീൻകറിയൊക്കെ ഒഴിച്ച് ഞാൻ ചോറ് കൊടുത്തു കേട്ടോ. ഇവൾ കള്ളിപ്പൂച്ചയുടെ ഗൈസ്. അപ്പം ഇവളെന്ത് ചെയ്തു, ആ മീൻ ഇരുന്ന ഭാഗം മാത്രം കഴിച്ചിട്ട് ചോറ് ആരെങ്കിലും തിന്നോളാൻ പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയിട്ടോ. എല്ലാ ദിവസവും അങ്ങനെ വരും, എല്ലാ ദിവസവും രാത്രിയൊക്കെ വരും. ഞാൻ വീടിനുള്ളിൽ കയറ്റാറില്ല, പുറത്ത് മാത്രമേ ഇത് വരാറുള്ളൂ കേട്ടോ. ആരുടെയോ ഒരാളുടെ പൂച്ചയാണിത്. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അവൾ വീട്ടിൽ വരും. അപ്പോൾ അടുക്കളയുടെ വാതിലിൽ താഴെ മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് പോട്ടോ. ഇറച്ചി മീനുള്ള ദിവസം മാത്രമാണ് കേട്ടോ അവൾ കഴിക്കുകയുള്ളൂ. അതായത് സാധാരണ പൂച്ചകൾ മീനിൻ്റെ തലയൊക്കെ പച്ച തലയൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇവൾ മീൻ തലയൊന്നും വേവിക്കാതെ ഒരു സാധനം ഇവൾ കഴിക്കില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ സ്നേഹിച്ചതിൻ്റെ മോന് കുഞ്ഞു പൂച്ചകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവളുടെ ഒരു കുഞ്ഞിപ്പൂച്ചനെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ഇവളെ സ്നേഹിച്ചു കേട്ടോ. പക്ഷേ നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റി ഗൈസ്. ഇവളെവിടെയോ പോയി പ്രസവിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്ന്